Next section is 140 subsection 5 removal by the tribunal. 140-ൽ 5 സബ്സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 140-ൽ 5 സബ്സെക്ഷൻ ഉണ്ടെന്നും അതിൽ സബ്സെക്ഷൻ 1 ആൻഡ് സബ്സെക്ഷൻ 4 റിമൂവൽ ബൈ ദ കമ്പനി റിമൂവ് ചെയ്യുന്നു. സബ്സെക്ഷൻ 2 ആൻഡ് സബ്സെക്ഷൻ 3 ഓഡിറ്ററായിട്ട് റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് സബ്സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ഷൻ ഓഫ് ദ ട്രിബ്യൂണൽ. ഏത് ട്രിബ്യൂണൽ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അപ്പൊ ഇത് റോഡ് സിറ്റുവേഷൻ ആണ്, സ്പെഷ്യൽ കേസ് സിനാരിയോ ആണ്. കമ്പനി ലോ ട്രിബ്യൂണൽ വന്നിട്ട് ഓർഡർ കൊടുക്കുന്നു ഒരു ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പുറത്തുനിന്ന് ഈ ട്രിബ്യൂണൽ വന്നിട്ടുള്ള ആക്ഷൻ, അതാണ് 140 സബ്സെക്ഷൻ 5 പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ തന്നെയാണ്, ശ്രദ്ധിക്കാം. ഈ സബ്സെക്ഷന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ വായിക്കുക. ഒരുപാട് കീ വേർഡ്സ് ഇൻക്ലൂഡഡ് ആണ്, സോ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ഇഫ് ദ ട്രിബ്യൂണൽ ഐദർ സുവോമോട്ടു എന്ന് വെച്ചാൽ സ്വമേധയ എന്നർത്ഥം. സുവോമോട്ടു എന്നും പറയും, സുവോമോട്ടോ എന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. So if a tribunal either suomotu സ്വമേധയാ or upon the application by central governmentന്റെ ആപ്ലിക്കേഷൻ പ്രകാരം, അല്ലെങ്കിൽ or by the application by an agreed person. So മൂന്ന് രീതിയിൽ ട്രിബ്യൂണലിന് സ്വമേധയാ തോന്നുന്നു, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു അഗ്രീഡ് പേഴ്സൺ ആവശ്യപ്പെടുന്നു. എന്താണ് ഈ ആപ്ലിക്കേഷനിലും എന്താണ് ഈ അഗ്രീഡ് പേഴ്സൺ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സുവോമോട്ടോ തോന്നുന്നത്? That if the tribunal is satisfied after considering either suomoto or an application by the central government or the agreed person, if it is satisfied that the auditor of a company, നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റർ ഹാസ് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അപ്പൊ ഡയറക്ട്ലി ഓർ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കീവേഡ്സ് ആണ്, ഒന്നും ഒമിറ്റ് ചെയ്യരുത്. സോ ഒരു കമ്പനിയുടെ ഓഡിറ്റർ ഡയറക്റ്റ് ആയിട്ടോ പ്രഥമ ദൃഷ്ടിയോ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡയറക്റ്റ് രീതിയിലോ ഓക്കെ ആക്ടഡ് പ്രവർത്തിച്ചു, ഓർ അബറ്റഡ് അതായത് പ്രേരിപ്പിച്ചു. അബറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക. ആക്ടഡ്, അബറ്റഡ് ഓർ കൊലൂഡഡ് എന്ന് വെച്ചാൽ കോൺസ്പയർ ചെയ്യുക, ഗൂഢാലോചനയിൽ പങ്കാളിയാവുക. ഓക്കെ, സോ എന്താണ് സംഭവം? ഇഫ് ദ ട്രിബ്യൂണലിന് ഒന്നുകിൽ സ്വമേധയാ തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ട്രിബ്യൂണൽ ഹാസ് റീസൺ ടു ബിലീവ് ദിസ് ഇസ് ഹാപ്പനിങ്, ഓർ ദ സെൻട്രൽ ഗവൺമെന്റ് ഇസ് ഗിവിംഗ് an application regarding this, or an agreed person is saying this, and as a part of this suomoto assessment or as per the application by the central government or the agreed person, if the tribunal is satisfied that the auditor has directly or indirectly acted പ്രവർത്തിച്ചു, or abetted പ്രേരിപ്പിച്ചു, or colluded ഗൂഢാലോചനയിൽ പങ്കാളിയായി. എന്താണ് പ്രവർത്തിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രേരിപ്പിച്ചത്? എന്ത് ഗൂഢാലോചനയാണ്? in a fraudulent manner. സോ ഫ്രോഡ് പ്രവർത്തിച്ചു, ഫ്രോഡുലന്റ് ആയിട്ട് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഫ്രോഡിന് വേണ്ടി പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യുന്നതിന്റെ ഗൂഢാലോചനയിൽ ഭാഗമായി. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആയാൽ മതി. ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അഗ്രീഡ് പേഴ്സൺ പറയാം, അല്ലെങ്കിൽ ട്രിബ്യൂണൽ സ്വമേധയാ തോന്നാം. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇപ്പൊ തീർന്നിട്ടില്ല. ആക്ടഡ്, അബറ്റഡ് ഓർ കൊലൂഡഡ് ഇൻ എ ഫ്രോഡുലന്റ് മാനർ അഗെയിൻസ്റ്റ് ആരൊക്കെ? അഗെയിൻസ്റ്റ് നമ്മുടെ കമ്പനി, or any of his officers or any of his directors. അപ്പൊ കമ്പനിക്ക് ഇതാണ് സംഭവം. അപ്പൊ കമ്പനിക്കെതിരെയോ കമ്പനിയുടെ ഏതെങ്കിലും ഓഫീസറിനെതിരെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും ഡയറക്ടർമാർക്കെതിരെയോ ഓഡിറ്റർ, ഇൻകംബന്റ് ആയിട്ടുള്ള ഓഡിറ്റർ വളരെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫ്രോഡുലന്റ്ലി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഫ്രോഡിന് വേണ്ടി പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് ട്രിബ്യൂണലിന് സുവോമോട്ടോ സ്വമേധയാ, അല്ലെങ്കിൽ ഓൺ an application by the central government or an application by the agreed person, if the tribunal is satisfied so, എങ്കിൽ. അപ്പൊ ഇത്രയും വളരെ കീവേഡ്സ് ആണ്. ഇത്രയും കാര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, the tribunal will pass an order to the company to remove that particular auditor. അവിടെ നിങ്ങൾക്ക് ഇനി 3 സ്റ്റേജ് അപ്രൂവലിന്റെ ആവശ്യമില്ല, ADT ഫോമുകളുടെ ആവശ്യമില്ല, സ്പെഷ്യൽ നോട്ടീസിന്റെ ആവശ്യമില്ല, സ്പെഷ്യൽ റെസൊല്യൂഷന്റെ ആവശ്യമില്ല, ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ സെക്ഷനെ പ്രത്യേകമാക്കുന്നത്. ട്രിബ്യൂണൽ വന്ന് പറയാണ്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ വന്നിട്ട് ഓർഡർ പാസ്സാക്കുന്നു, എടുത്ത് ആ ഓഡിറ്ററിനെ എന്ന്. കാരണം ദ ട്രിബ്യൂണൽ ഹാസ് സുവോമോട്ടോ ഓർ അപ്പോൺ ദ ആപ്ലിക്കേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ഫ്രോഡ്. ഈ പേഴ്സൺ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫ്രോഡ് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്തു, കമ്പനിക്കെതിരെയോ കമ്പനിക്ക് ഏതെങ്കിലും ഓഫീസിനെതിരെയോ എന്നൊക്കെ ട്രിബ്യൂണൽ തോന്നിക്കഴിഞ്ഞാൽ ദ ട്രിബ്യൂണൽ ഷാൽ പാസ് an order to remove that auditor. and അതിന്റെ പ്രത്യേകത ഇതാണ്, അതിനെ കുറച്ചുകൂടി സീരിയസ് ആക്കുന്ന ഇതാണ്, the auditor against whom such an order is passed by the tribunal. ഏതൊരു ഓഡിറ്ററിനെതിരെയാണോ ഇത്തരം ഒരു ഓർഡർ ട്രിബ്യൂണൽ പാസ്സാക്കുന്നത്, that person shall be removed from the office of auditor and also be disqualified to be auditor of any company in India for the next 5 years.
സോ ഏതൊരു ഓഡിറ്ററിനെതിരെയാണോ, ഏതൊരു പേഴ്സണെതിരെയാണോ, ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെതിരെയാണോ ട്രിബ്യൂണൽ ഇത്തരം ഒരു ആക്ഷൻ പാസ്സാക്കുന്നത്, ഇത്തരം ഒരു ഓർഡർ പാസ്സാക്കുന്നത്, ആ ഓഡിറ്ററിന് ആ പർട്ടിക്കുലർ കമ്പനിയിലത്തെ ഓഡിറ്റർ എന്നുള്ള ഓഫീസ് മാത്രമല്ല നഷ്ടമാകുന്നത്, നെക്സ്റ്റ് 5 ഇയേഴ്സിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കമ്പനിയിലും ഓഡിറ്റർ ആകാൻ സാധിക്കില്ല. സോ ദാറ്റ് ഇസ് ദ റെലവൻസ് ഓഫ് 140 subsection 5. Now let us read the subsection. If the tribunal either suo motu or on an application made to it by the central government or an agreed person or by a special or person concerned, it is satisfied that auditor of a company, direct ആയിട്ടോ indirect ആയിട്ടോ, acted in a fraudulent manner or abetted or colluded. ദയവ് ചെയ്ത് ആക്ടഡിനും അബറ്റഡിനും കൊലൂഡഡിനും നിങ്ങൾ വേറെ വാക്കുകളൊന്നും കണ്ടുപിടിക്കരുത്. ഫോഴ്സ് ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, അങ്ങനെ എഴുതി വെക്കാൻ പലരും എഴുതി വെക്കാൻ കണ്ടിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ എഴുതുക, ആ ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ ലാംഗ്വേജിൽ തന്നെ മാക്സിമം ഇതൊക്കെ എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യുക, മാർക്ക് കിട്ടും. Acted in a fraudulent manner or abetted or colluded in any fraud against the company, for കമ്പനിക്കെതിരെ or any of its officers or directors, then it shall pass an order to the company. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ ട്രിബ്യൂണൽ ഓർഡർ പാസ്സാക്കും to remove such auditor, and the auditor or who may be an individual or a firm against whom such an order has been passed by the tribunal shall be removed from that company and be ineligible to be appointed as auditor in any company in India for the next 5 years from the date of passing the order, and shall also be liable for action under 447.